ഹലോ ഗായ്സ്, ബാഡ് ബൈ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല, വെറുതെ വന്ന് തന്നെ നമുക്കൊന്നൊരു ഡു നോട്ട് ടച്ച് ഗ്രാസ് എന്ന വേൾഡ് ഉണ്ടാക്കിയിരിക്കണേ. അതിൽ നമുക്കൊന്ന് കളിക്കണം, പൊളിക്കും. അതായത് പച്ച തൊടാൻ പാടില്ല, അതായത് ഗ്രാസ് നിലത്തിപ്പോൾ നമ്മൾ സ്റ്റോണാണ്. ഈ വേൾഡല്ല, വേറെ വേൾഡാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമ്മൾ ഗ്രാസ് തൊടാൻ പാടില്ല, പുല്ലിൽ. അതായത് വേറെ വേൾഡിൽ നമ്മൾ കളിക്കുന്നത്, ഈ വേൾഡിലല്ല. ആ വേൾഡിനെ പേര് ഇട്ടിരിക്കുന്നത് ഡു നോട്ട് ടച്ച് ഗ്രാസ് എന്ന്. അല്ല, ഇതിലങ്ങനെ കളിക്കാൻ വയ്ക്കില്ല. കളിക്കാൻ വയ്ക്കും നമ്മളിപ്പോൾ ഒരു ഗുഹയിലാണ്, കേവിൽ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു സോംബി വില്ലേജ് തന്നെ കിട്ടിയെങ്കിൽ പൊളിച്ച്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. ഇതാണ് നമ്മളെ വേൾഡ്. ഓണാക്കിയിരിക്കണേ. അവിടേക്ക് എത്തിയിട്ട് അത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ സ്പോണായിട്ട് ഗ്യാസിലാണ്. നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇതാണ് ഭാഗ്യത്തിൻ്റെ ഉടമ. നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് കുറേ മണൽ ഫൈൻ ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കുറയ്ക്കാത്തോ, തൊടാനും പാടിയ, ചവിട്ടാനും പാടിയ, ഒന്നിനും പാടിയ. നമുക്ക് ആദ്യം പോയി കുറേ മരം വെട്ടണം, ടൂൾസ് ഉണ്ടാക്കാനാണ്. ഇത് നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു ഡയമണ്ട് മൈൻ ചെയ്താൽ മതി, നമ്മളിത് ജയിക്കും. അഥവാ ഗ്രാസിൽ തൊട്ടാൽ ഈ കളിയിൽ നമ്മൾ തോൽക്കും. നമ്മൾ സാധാ നമ്മളെ വേൾഡിലേക്ക് പോകും, ആ കേവ് ലൈഫിൻ്റെ വേൾഡിലേക്ക്. പിന്നെ അവിടെ നമ്മളെ ഫാർം ഹൗസ് ഇതാക്കാണ്ട് പുതിയൊരു ആടിനും പശുവിനും കൊണ്ടുള്ളതാണ്. മിക്കവാറും ഇത് തോറ്റാൽ നയിക്കേ പോവുള്ളൂ. പിന്നെ ഈ വേൾഡ് ജീറ്റാക്കേണ്ടി വരും. അതിവിടെ നോക്കട്ടെ. രക്ഷപ്പെട്ടു. ഇതാണ് പറഞ്ഞ് ഓരോ ചുവടും നമ്മൾ നോക്കി വെക്കണം. അങ്ങനെ വെച്ച് പോകുന്നുണ്ട്. മല അവിടെ അല്ലേ? ഇതിൽ മിക്കവാറും തോൽക്കും. അങ്ങനെയാണ് ഞാൻ പോണത്. സാൻഡ് കയ്യാതായി. നമുക്ക് മരം വെട്ടാം. നമ്മളത്രക്കും ഒരു സീൻ പ്ലെയർ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. ഓക്കെ, ആദ്യത്തെ മരം കിട്ടിയിരിക്കണേ. ഒന്നാമത്തെ മരം കിട്ടി. പിന്നെ ഇത് ലീവ്സാണ്, അതിമ ഗ്രാസിൽ തൊടണ്ട പറഞ്ഞത്. ഓരോന്നും ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം. കണ്ടോ, നമ്മൾ ഇത് പൊട്ടിക്കുക, അവിടെ പൊട്ടിക്കുക. പ്രശ്നമില്ല. അത് പച്ച നീല, നമ്മൾ നോക്കിയില്ല, അത് പച്ചല്ല. പോകും. സമാധാനമായി. നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ആദ്യം ഒരു ഷവല്, ഒരു ആക്സ്, ബിഗ് ആക്സ്, ഒരു ഷവലും കൂടി ഉണ്ടാക്കാം. എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ബോട്ടുണ്ടാക്കി പോവാം. ബോട്ടുണ്ടാക്കാനുള്ളത് നമ്മളൊക്കെ ഇല്ല. നമുക്ക് മണൽ വേണ്ട. ഒക്കെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണോണ്ട് വലിയ ഉപകാരം കഴിച്ച് വന്നില്ല. ഒരു ചലഞ്ച് പോലത്തെ കിട്ടുക. എന്ത് സൗണ്ടല്ലേ! ഇത്ര നമ്മളൊക്കെയുള്ള 28 മണലുണ്ട്. നമുക്ക് സ്റ്റാക്കാക്കി പോവാം ആവശ്യം വന്നേരം. നമുക്ക് ചലഞ്ച് മാറ്റി പിടിച്ചാലോ? ഡയമണ്ടല്ലേ, ഡ്രാഗനെ വന്നാലോ പൊളിക്കും. അങ്ങനെ ഓടും. പക്ഷേ വേണ്ട, ഡയമണ്ട് മൈൻ ചെയ്താൽ മാത്രം നമ്മൾ ഈ കളി ജയിക്കും. നമുക്ക് ജയിക്കാനാണ് നോക്കേണ്ടത്, തോൽക്കാൻ പാടില്ല. ഞാൻ കുറേ മൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 64 ആയിക്കണേ. സ്റ്റാക്കായി.
ഒരു സ്റ്റാക്ക് രണ്ടെണ്ണം കൂടി ഇരിക്കട്ടെ. നമ്മൾ ഭാഗ്യത്തിന് ഇതാ എടുത്തൊരു മഴയുണ്ട്. ആ ലേസി തൊടാൻ പാടിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എന്താ കാട്ടുക? ലാസ്റ്റ് തൊടണ്ട, ഈസി തൊടണ്ട. ഞാൻ പിന്നെ മഴ മുറിക്കാം. അത് പൊട്ടിക്കണ് ഗൈസ്. ഇതുവരെയുള്ളൊക്കെ അതുപോലെ പോയി. ഇതിലൊക്കെ എന്താവും എന്തോ. ഓക്കെ, ബാക്ക് പൊട്ടിക്കുക. കഴിക്കുക. ഓക്കെ, ഓക്കെ പൊട്ടു. ഓക്കെ, ഇത് വെള്ളമൊക്കെ സ്മൂത്തായി പോയിട്ടുണ്ട്. ലീസി ചവിട്ടം അതാ. സോറി ഗൈസ്, അതായത് മറ്റേ ഇത് പൊട്ടിച്ചില്ലേ, അത് തല്ല. നമ്മൾ കേവലല്ലോ, നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചിട്ടില്ല, മണ കൊണ്ട് പൊട്ടിച്ചിരിക്കണേ. അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. നമ്മളറിയാലോ പ്രോയാണ്. ഇങ്ങനെ നടന്നു പോവുക. നടന്ന് പോവുന്നുണ്ട്. ഒന്ന് പോസാക്കി വെള്ളം കുടിക്കാൻ പോയതാണ്. ദാഹിച്ചിട്ട് എന്തില്ല. ഓക്കെ, എവിടെ സ്റ്റോൺ ഉള്ളത്? നമ്മൾ മണൽ കയ്യാലയക്കണേ. കണ്ടതായി പ്രോ ജസ്റ്റ് മിസ്സിൻ്റെ പ്രോ ആയത്. എനിക്കിപ്പോൾ ക്രോയായിരുന്നു, അഥവാ കാക്ക. അവിടെ സ്റ്റോൺ കാണുന്നുണ്ട്, അവിടേക്ക് പോയിട്ട് ബാക്കിയുള്ള വഴികളൊക്കെ നോക്കാം. കറക്റ്റ് മണലിലാണ് സ്റ്റാൻഡ് ആയിരിക്കുന്നത്. പൊടി പാറിയ കണ്ടില്ലേ? ഒന്ന് മണൽ ഇതാക്കാം. ഓക്കെ, പച്ച തൊടാൻ പാടില്ല, ഇവിടെ പച്ചില്ല. ഇങ്ങനെ കട്ടുക. ഇതുകൊണ്ടൊക്കെ അവിടെ പൊളിച്ചിടാം. ഓക്കെ, ഇത് വെള്ളമൊക്കെ സ്മൂത്തായി പോയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ കുറേ ചെയ്തെടുക്കാം. ബാക്കിയുണ്ടെങ്കിൽ ഡയമണ്ട് ഇതാക്കാം. ഒക്കെ വിധി പോലെ നമുക്ക് കുറേ സ്റ്റോൺ ഇതാക്കാം, പൊട്ടിക്കാം. നമ്മളെയൊക്കെ മതില്ലേ തോണിയിൽ പോകാം ഗൈസ്. നമുക്ക് തോണി കയറിയിട്ട് തോണിൻ്റെ മണ്ണിൽ കൂടെ പോയാലോ? പറ്റുമോ? ഞാൻ പാട്ട് ചൂണ്ടാവേണ്ടതാണ്. ഉണ്ടാവും കാണല്ല, ഉണ്ടാവും. ഇവിടെ ഫുൾ മണലാണ്. ഇവിടെ ഉറപ്പാണ് ഡയമണ്ട് ഉണ്ടാവും. ആ 2 കുയിൻ്റെ അവിടെ വെറുതെ പറഞ്ഞാൽ മതി. അഥവാ ഉണ്ടായാലോ.
വേഗം സ്റ്റാൻഡിൽ കാട്ടെ. സമാധാനമായി. ഓക്കെ, നമുക്ക് കുറച്ച് ഇതുണ്ടാക്കട്ടെ. നമുക്കിനി ഒരു ബിഗ് ആക്സ് ഉണ്ടാക്കട്ടെ. ഒരു കത്തി ഉണ്ടാക്കട്ടെ. ഷവല്, ഇത്, പിന്നെ ബോട്ട്, പിന്നെ ഫർണസ്, പിന്നെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണോ? ഉണ്ടോ ഒരു ആക്സ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇനി ഇത് ആക്സ് ഉണ്ടാക്കാൻ പറ്റാത്ത പറ്റും. ഹലോ ഗേൾസ്, രാത്രി ആയിക്കണേ. നമ്മളെ ബുദ്ധി ഞാൻ ഹാർഡ് കിട്ടാൻ കളിക്കണേ. ഞാനൊക്കെ ചെറിയ പേടി. ഇവിടുന്ന് സോംബിയോടെ അടിച്ചിട്ടുവോ? കൊമ്മിട്ട് നമുക്ക് ബൈക്കുണ്ട്. പ്ലാൻ വായിച്ച പോലെ ഉണ്ട്. അങ്ങോട്ടും ഇതാ ഇങ്ങോട്ടും ഇതാ. 8 കളി കീപ്പർ. അങ്ങോട്ട് ഇരിക്കാം. ഇങ്ങനെയൊക്കെ പെട്ടും. നമ്മളൊക്കെ 2 സ്റ്റാൻഡേ ഉള്ളൂ. തിന്നാനാണെങ്കിൽ ഒന്നുമില്ല. 10 സ്റ്റാൻഡായി. 10 സെൻറ്റ്. റീച്ച് ടോർച്ചൊന്നുമില്ല. ഞങ്ങൾ രാവിലെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ടി വരും. കണ്ടിരിക്കണമെങ്കിൽ കണ്ടിരുന്നോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഇത് പറയാൻ പറ്റുള്ളൂ. സ്കെൽട്ടൺ സ്പോൺ അയക്കണോ? സ്പോണായി അതോ അടിക്കട്ടെ. നമുക്ക് എന്താ ഉണ്ടാക്കുക? ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയാൽ മതി. പിന്നെ നമ്മൾ ഫുൾ കറങ്ങും. ഇത് കണ്ടില്ലേ, നക്ഷത്രങ്ങൾ. ഇതൊക്കെ തന്നെ രാവിലെ ആയിട്ട് വലിയ വേണ്ട, അപ്ഡേറ്റ് ചെയ്യണ്ട. ഇതെപ്പോഴും അങ്ങനെ അപ്ഡേറ്റ് അങ്ങനെ കാണിക്കും. ഞാൻ മാത്രമേ കണ്ടിരുന്നാൽ ഇതൊക്കെ എത്ര പൊട്ടിച്ചാലും പൊട്ടുന്നില്ല. കുറച്ച് പൊട്ടിച്ചിട്ട് വിട്ടാൽ പിന്നെ ഇങ്ങനെ പൊട്ടിക്കണം. ലൈഫിലാണെങ്കിൽ മരം പാതി കൊത്തിയാൽ പാതി പോകുന്നു. ഇതുണ്ടില്ല, പാതി മുറിച്ച് വിട്ടാൽ പിന്നെ കളിക്കുന്ന മുറിക്കണം. ക്രീപ്പർ എന്തെങ്കിലും അലഞ്ഞ് നടക്കണേ. സ്കൾട്ട് അതാ സാൻഡുക്കുള്ള നടക്കണേ. അവിടെയുണ്ട്. നമ്മളെ കമ്പിലായിട്ടാണ്. നമ്മളെ മറ്റേ വേൾഡാണെങ്കിൽ എൻ്റെ കമ്പുണ്ടായിരുന്നു പവർ 3യും അൺബ്രേക്കിംഗ് 3 ഉള്ള ഒരൊറ്റ കൊട്ടിനെ കാട്ട് എന്നിട്ട് പോകും. സ്കൾട്ടന് നമ്മളെ കാണാൻ പറ്റൂലല്ലോ. രാവിലെ ആവട്ടെ, ഒന്ന് കത്തിക്കോളും. ചന്ദ്രനെവിടെ? അവിടെ നിന്ന് ഇങ്ങനെ വരണുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് തിരിയുക. ഇങ്ങോട്ട് പോകും. ഓക്കെ, അവിടെ എത്തുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. എന്തായാലും നിങ്ങൾക്ക് എന്നെ കാണില്ല. വാട ഇതിന് മുകളിൽ കയറുമല്ലോ. ഓക്കെ, ഇവിടെക്കട്ടെ. ബെഡിലേക്കാണ് കേസ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ കഥ വേറെ ഇന്നും. നമുക്കവിടെ പോയിട്ട് കുറേ മണൽ ഇതൊക്കെ ഉണ്ട്. നമ്മളെ കണ്ടില്ലേ, സ്റ്റോണിൻ്റെ ശവലുണ്ട്. ഭയങ്കര ജലദോഷം. ആളിനെ കാണണ്ട. കുറേ സോംബികൾ ഡൗട്ടാണ്. ഈ സോംബികൾ ഡ്രസ്സാണ്.
നാട്ടിക്കണേ കണ്ടില്ലേ? ഇതൊക്കെ ഓരോ ഡ്രസ്സൊക്കെ ആ നീലും പച്ചയും ഡ്രസ്സൊക്കെ ആ പച്ചന് ഇതൊക്കെ എവിടെ വേണാണ് ഒരേ കളറല്ലേ? കോമഡിയാണ് പ്ലീസ്. നമുക്ക് എണീക്കാം. കുറച്ച് ബാഗൊക്കെ ഇങ്ങനെ 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 കൊണ്ടുക്കടി ചാടണം, എന്നാലേ കറ്റുള്ളൂ. ഇങ്ങനത്തെ ക്യാമറയിൽ എങ്ങനെ നടക്കാന്ന് പോലും അറിയില്ല. ഓക്കെ, മറ്റേ ദിവസത്തിലാകാം. ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ ചാടാം. ഇരിക്കട്ടെ. ചന്ദ്ര ഇവിടെ സെൻറ്റർ ഇതാണ്. ആ സെൻറ്റർക്ക് എത്തുമ്പോൾ കാണിച്ചു തരാം. സെൻറ്ററിൽ നിന്ന് അവിടേക്ക് എത്തിക്കണേ. കുറച്ചും കൂടി എത്തിയാൽ സൂര്യപ്പോഴും നിൽക്കുന്നുണ്ടാവും. നമുക്ക് സൺറൈസ് കാണാം. അപ്പം ഇന്നത്തെ ഗ്യാസിൻ്റെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ 21 മിനിറ്റ് 30 മിനിറ്റൊക്കെ പോവും. അത് കഴിഞ്ഞ് നമ്മൾ നിർത്തും. ഈ ചന്ദ്രന് ഇവിടേക്ക് എത്തുമ്പോൾ അവിടെ സൂര്യ ഉദിക്കേണ്ടത്. ആ നക്ഷത്രത ആ നക്ഷത്രം ആ നിൽക്കണേ. നക്ഷത്രം അടിക്കൊണ്ടാ? അതെ ഗൈസ്, നക്ഷത്രം അടിക്കൊണ്ട്. ആ ഞാൻ കണ്ടുപിടിച്ചേ. അതായത് ആകാശം ഫുള്ള് അങ്ങോട്ട് പോയി. മാജിക്. അവിടെ ഇങ്ങനെ 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 അവിടെ കാണാം. ഇങ്ങനെ 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 ആവുണ്ടാവും. നോക്കിക്കോളി. അടുത്തതാണ് ഗൈസ്. പിന്നെ നമുക്കിത് അവിടെ ഒന്നുമില്ല. അവിടെ കീബോർഡിൻ്റെ കണ്ണോക്ക് ഒന്നുമില്ല. പിന്നെ ഞാൻ പറയാൻ വന്ന് തോണിയെടുത്ത് പോകണം. ഇവിടെ നിൽക്കുമ്പോൾ സുഖമില്ല. ആ മലൻ്റെ മുകളിൽ അവിടെ ഒരു വലിയൊരു പെര ഉണ്ടാക്കിയാലോ? സ്റ്റോൺ കൊണ്ട് വലിയൊരു പെര. ഞാനൊരു എവിടെ സൂര്യൻ? സൂര്യൻ ഉദിക്കാത്ത സ്കൾട്ടിൻ്റെ കയ്യിലുള്ള സാധനത്താ പണി ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. സ്കൾട്ടിൻ്റെ ഹെഡ് ഷോട്ട്. നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാറുണ്ടോ? വേറെ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ കളിക്കുന്നതാണ്. ഫ്രീ ഫയർ, ബസ് സിമുലേറ്റർ, FC മൊബൈൽ, പെസ് എന്നെ കുറേ ഗെയിം ഞാൻ കളിക്കും. ഏത് ഗെയിമും കളിക്കും. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുക, എന്നും കളിക്കുക. പിന്നെ 50 സബ്സ്ക്രൈബേഴ്സ് ആവാതിരിക്കണ്. ഇപ്പോഴും 39 നിൽക്കുന്നത്. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് മതി എൻ്റെ ഓരോ വിജയത്തിന്. പ്ലീസ് സബ്സ്ക്രൈബ്. ഇന്ന് സൂര്യ ഉദിക്കാത്ത ഇത്ര മിനിറ്റ് ഇവിടെ കാത്തുനിന്ന് ഇനി സൂര്യ ഉദിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ബോധിച്ചതാവും. അല്ല കുറച്ച് നിന്നപ്പോൾ തന്നെ കണ്ടില്ലേ, വെളിച്ചം വന്ന് തുടങ്ങി. അപ്പം ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. സൂര്യനെ കാണില്ല. എവിടെ സൂര്യൻ? സ്കെൽട്ടൺ എവിടെ? സ്കെൽട്ടൺ ഇവിടുന്ന് കറക്റ്റ് നമുക്ക് ചാടിയാലോ? പൊളിയല്ലേ, വേഗം ചാവാം. നമുക്ക് ഈ മഴക്കാട് വെട്ടും, എന്നിട്ട് അടിയേക്ക് ഇങ്ങനെ മൈൻഡ് പോകും. അപ്പോൾ നമുക്ക് അടിയെത്താം. സൂര്യ ഉദിച്ചു, ചന്ദ്രൻ താന്നു. സോംബിക്കത്ത് ഒരു വിച്ച് ഇപ്പം ഡീസ്പോൺ ആയിട്ടുള്ളൂ. കുറേ സ്കെൽട്ടൺ ഉണ്ടായിരുന്നൊക്കെ അവിടെ. സോംബി കത്തടോ. സോംബിൻ്റെ കുപ്പായം നോക്ക്. ഉണ്ടാ കത്തി കത്തി. ആ ക്രീപ്പർ നോക്ക്. ഇപ്പം ഡീസ്പോൺ ആവേണ്ടതാണോ ഒരു ഹെഡ് ഷോട്ട്. ടിങ് ടിങ് ടിങ്. അമ്പ് പോയ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. കേട്ടോളി. ആ കോഴി തലക്ക്, കോഴിയല്ല ആടിയ തലക്ക് കൊണ്ടില്ല. ആ ക്രീപ്പറോടെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. ഈ റൗണ്ട് തലക്ക് ഒരമ്പ് കൊണ്ടില്ല.
വെടിയാണ് പോണേ ഗൈസ്. വെടി കണ്ടില്ല ഗൈസ്, ഇത്രയും സൗണ്ടുള്ള വെടികളാണ് നമ്മുടെ കിട്ടുന്നത്. എവിടെ ആ സ്കെൽട്ടൺ കാണാനില്ല. അപ്പം നമുക്കിതൊക്കെ വെട്ടാം. അവിടെ നിന്ന് വെട്ടിയത് അപ്പോൾ കുണ്ടിക്ക ചാടുക. ചാടില്ലല്ലോ, മണ്ണിൽ ചാടൂല. നമ്മളിവിടുത്തെ എല്ലാ മരങ്ങളും വെട്ടാണ്. വെട്ടി ഇതിൽ ചത്താലും കളി ചെയ്യും. നമ്മളിത് ഹാർഡ് കോർ പോലെ കളിക്കണത്. ആരും വെടി വെക്കല്ലേ, കുറേ സ്കെൽട്ടണാണ്. ഓക്കെ, ഇവരൊക്കെ സേഫ് ആയിക്കണ്. ഇവനെ ഒഴികെയുള്ള എല്ലാവരും സേഫാണ്. ഗൈസ്, ഇതാണ് റിച്ച് എന്ന് പറഞ്ഞാൽ. റിച്ച് ആരെ വെടിവെക്കണ്? ഇത് കണ്ടിട്ടില്ല ഗൈസ്. ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ. ഇവിടെ നോക്കടാ. നോക്കില്ല. സ്റ്റാറ്റസ് കിടക്കുന്നു. അമ്മയ്ക്ക് കൺട്രോൾ പോകുന്നു. ഇങ്ങനെ പോവാം. ഈ സൗണ്ടൊക്കെ വൈബ് സൗണ്ട്. കുറേ മണൽ കഴിഞ്ഞ ഗൈസ്. അവിടേക്ക് മല പോലെ കാണുന്നുണ്ട്. കുറേ മണലിൻ്റെ ആവശ്യമുണ്ട്. അവിടെ നിർത്തി കുറേ മണൽ മൈൻ ചെയ്യണം. ഇവിടെ കുറേ മണലുണ്ട്. അങ്ങോട്ട് പോ, അങ്ങോട്ടടാ. ഓക്കെ, ഇങ്ങനെ ചെയ്ത കുറേ മണൽ കിട്ടാം. നമുക്ക് ഈ പരിപാടിനെ തുടരാം. ഒരു അയൺ ഇപ്പോഴും മാറിയിട്ടില്ല. ഇതാണ് നമ്മളെ പാട്ട് 1. എല്ലാവർക്കും പാട്ട് 1 ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അല്ലെങ്കിൽ വേണ്ട, ആ വീറ്റ് ഫാർം ഒന്ന് വർക്ക് ചെയ്യാൻ കാണിച്ചു തരാം. നമ്മൾ മറ്റേ വേൾഡ് എടുത്തിട്ടുണ്ട്. ഈ ലോഡ് ചെയ്യുമ്പോൾ അവിടെ കുറേ എഴുതി കാണിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. ഒന്നും അറിയില്ല. ആകെ മൈൻക്രാഫ്റ്റ് കളിക്കുക മാത്രമേ, വായിക്കാനും പഠിക്കാനും ഒന്നും അറിയില്ല. പിന്നെ പറയുന്നത് സൗണ്ട് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോഴേ സുഖം. ഇത് വളർന്നോ വളരണ്ട? നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഓണാക്കുമ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ? ആ, പോകുന്നുണ്ട് ഗൈസ്. അവിടേക്ക് എത്തണേ. ആമീൻ. ഒന്നുപോലും പുറത്ത് കാണല്ലേ. ആമീൻ. ഫുള്ള് പുറത്താ. ഓണം മാത്രമേ ജസ്റ്റ് വന്നിരിക്കാൻ പറ്റുന്നു. ഇതെടുത്തിട്ട് കളയുക.
നമ്മളെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട് ഗോയ്സ്. ഇവിടെ നയറ്റുണ്ട്. ഓക്കെ, ഇവിടെ 9 കല്ലിൻ്റെ നീളാണുള്ളത്. ഇനി ഉണക്കുമ്പോൾ ഫുള്ള് ചെസ്റ്റക്ക് വരാനുള്ളതാണ്. വന്നാൽ ഭാഗ്യം, വന്നില്ലെങ്കിൽ പോക്കാം. സായില്ല കിട്ടണല്ലോ. ബിസ്മില്ലാ. ഓക്കെ, എന്തോടെ വെള്ളം വീണില്ലേ? കണ്ട ഗൈസ്, ഇവിടെ നട്ടുവെച്ചാൽ മതിയല്ലേ? നമുക്ക് ഇവിടെ നട്ടേക്കാം. കറക്റ്റാക്കി വെച്ചിക്കണം. ഇനി വല്ല സംഭവിച്ച ഒന്നും പറ്റിയിട്ടില്ല, പോലെയൊന്നും പറ്റിയിട്ടില്ല. നമുക്കൊരു പെറ്റില്ല. സോനുണ്ട്, സോനില്ല. ഈ പട്ടിക്കുട്ടിനൊക്കെ വേണം. പട്ടിക്കുട്ടി ആകുമ്പോൾ നല്ല കുട്ടിയാണ്, ഒന്നും കാട്ടില്ല. പാവൻകുട്ടി, പാവൻകുട്ടിനെ നോക്കണം, കിട്ടുമെന്ന്. നമുക്ക് സൗണ്ട് ഇവിടെ എവിടെയാണ് പെര? ഇതാണോ? അവിടെയൊക്കെ സൂക്ഷിച്ചിട്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ലൈക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ഉണ്ടാവുന്നതാണ്. ഗ്യാസ് ഡു നോട്ട് ടച്ച് ഗ്യാസ് എന്ന വീഡിയോക്ക്. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ ബൈ.